ഏപ്രിൽ 22 നമ്മളെല്ലാവരും ഞെട്ടലോടുകൂടിയാണ് ആ ഒരു ദിനം ഓർക്കുന്നത്. കാശ്മീരിലെ പഹൽഗാം എന്ന അതിമനോഹരമായ ആ ഒരു സ്ഥലത്ത് നമ്മുടെ സഹോദരങ്ങളെ അതിക്രൂരമായിട്ട്, അതും അവരുടെ ബന്ധുക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് കുറച്ച് തീവ്രവാദികൾ വെടിയുയർത്തി ക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് ഒരു ഇന്ത്യക്കാരനും മറക്കാനോ പൊറുക്കാനോ പറ്റാത്തത് കാര്യമാണ്. ആദ്യം തന്നെ ഞാൻ നമ്മുടെ മരണപ്പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഇന്ത്യ പാക് വാർ ഉണ്ടാകുമ്പോൾ, ഒരു ഓപ്പൺ വാർ ഉണ്ടാകുമ്പോൾ, അതിനുശേഷം ഇന്ത്യയിൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ, ഇന്ത്യ എന്ന ഈ നമ്മുടെ രാജ്യത്തിന് വരാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്താണെന്ന് ഒരു നിമിഷമെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? പലരും വീഡിയോസും അതുപോലെ കമൻറ്റുകൾ ചെയ്യാറുണ്ട് യുദ്ധത്തെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. എന്നാൽ ഈ ഒരു സിറ്റുവേഷനിൽ, ഈ ഒരു കാലഘട്ടത്തിൽ ഒരു ഓപ്പൺ വാർ ഇന്ത്യ പാകിസ്ഥാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ 1900കളിൽ നടന്നിട്ടുള്ള ഒരു യുദ്ധം പോലെ ആവത്തില്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയം തന്നെയില്ല. അതിന് നമുക്ക് വളരെ വ്യക്തമായ ഉദാഹരണം വേണമെങ്കിൽ പറയാം. റഷ്യ യുക്രൈൻ യുദ്ധം എടുത്താൽ തന്നെ നമുക്ക് മനസ്സിലാവും. റഷ്യ എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാജ്യമാണ്. എന്നാൽ റഷ്യയെ അപേക്ഷിച്ച് യുക്രൈൻ വളരെ ചെറുതാണ്. എന്നിരുന്നാൽ പോലും വർഷങ്ങളായിട്ട് കൂടി പൂർണ്ണമായിട്ടും റഷ്യക്ക് യുക്രൈനെ പരാജയപ്പെടുത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ലെന്നാണ് യഥാർത്ഥ സത്യം. അതുപോലെ തന്നെ ഫലസ്തീൻ ഇസ്രായേൽ യുദ്ധം നമുക്ക് എടുത്താലും മനസ്സിലാവാം. ആ ഒരവസ്ഥയിൽ ഇന്ത്യ പാകിസ്ഥാൻ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യ എന്ന് പറയുന്നത് പാകിസ്ഥാനെ അപേക്ഷിച്ച് വളരെ വളരെ ശക്തമായിട്ടുള്ള രാജ്യമാണ്. തീർച്ചയായിട്ടും പൂർണ്ണ വിജയം, അന്തിമ വിജയം നമുക്ക് തന്നെ ആയിരിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയം തന്നെയില്ല. പക്ഷേ അതേസമയം തന്നെ ഇന്ത്യ പാകിസ്ഥാൻ എന്ന് പറയുന്നത് രണ്ട് രാജ്യങ്ങളും ന്യൂക്ലിയർ വെപ്പൺസ് ഉള്ള രാജ്യം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ പവർഫുൾ രാജ്യങ്ങളിൽ 12ാം സ്ഥാനമാണെങ്കിൽ ഇന്ത്യ 4ാമത്തെ സ്ഥാനത്താണ്. നോക്കി വരുമ്പോൾ നമുക്കറിയാം രണ്ട് രാജ്യങ്ങളും അത്യാവശ്യം, ഇന്ത്യ പവർഫുള്ളാണ്, അതുപോലെ തന്നെ പാകിസ്ഥാനും അത്യാവശ്യം പവർഫുൾ തന്നെയാണ്. പക്ഷേ ഞാൻ ഈ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടോ ഭീകരവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ആ രാജ്യത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുന്നതല്ല, മറിച്ച് ഇതിലെ യഥാർത്ഥ ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കണം എന്താണെന്ന്. നമ്മൾ ശരിക്കും ഒന്ന് നോക്കിയാൽ മനസ്സിലാവും, ഇന്ത്യക്ക് പാകിസ്ഥാനോട് യുദ്ധം ചെയ്യേണ്ട യാതൊരു ആവശ്യം തന്നില്ല. കാരണം പാകിസ്ഥാൻ എന്ന് പറഞ്ഞ ആ ഒരു രാജ്യം ഓൾമോസ്റ്റ് തകർന്നൊടിഞ്ഞൊരു രാജ്യം തന്നെയാണ്. സാമ്പത്തികമായിട്ടായാലും പല രീതിയിലും തകർന്നിട്ടുള്ള രാജ്യമാണ്. ഇപ്പോൾ ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാകാൻ പറ്റും. സിന്ധു നദി കരാർ റദ്ദ് ചെയ്തിട്ടുള്ള അങ്ങനെ കുറേ കാര്യങ്ങൾ, യുദ്ധം പോലും ചെയ്യാതെ, യുദ്ധത്തിനേക്കാൾ ഒരുപക്ഷെ 10 മടങ്ങ് ശക്തമായിട്ടുള്ള തന്നെയാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ള നിലപാടെന്ന് പറഞ്ഞാൽ അത് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും വളരെ വ്യക്തമായിട്ട്. പാകിസ്ഥാൻ കൂടുതലും ആശ്രയിക്കുന്നത് അവരുടെ സമ്പത്തെന്ന് പറഞ്ഞാൽ കൃഷിയെയാണ്. എന്നാൽ സിന്ധു നദി ആ ഒരു കരാർ നമ്മൾ റദ്ദ് ചെയ്യുകയാണെങ്കിൽ, സിന്ധു നദി നമ്മൾ തടയുകയാണെങ്കിൽ, പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു തിരിച്ചുവരവില്ലാത്ത രീതിയിൽ ഉന്മൂലനം തന്നെയാണ് ആ ഒരു കരാർ നമ്മൾ റദ്ദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. ഒരു യുദ്ധത്തെക്കാൾ 10 മടങ്ങ് പവർഫുൾ ആണ് ഇന്ത്യ സ്വീകരിച്ചുള്ള നിലപാട്. ആ ഒരു വെച്ച് നോക്കുമ്പോൾ നമുക്കൊരു ഓപ്പൺ വാറിൻ്റെ ആവശ്യം തന്നെ ഇതിൽ വരുന്നില്ല. ഓപ്പൺ വാർ ഒരിക്കലും നമുക്ക് അംഗീകരിക്കാനും പറ്റത്തില്ല. കാരണം ഒരുപാട് നിരപരാധികളായിട്ടുള്ള മനുഷ്യർ അതിൽ കൊല്ലപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവും തന്നെയില്ല. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്ന് രണ്ട് രാജ്യങ്ങളും ഒരുപാട് അത്യാവശ്യം പവർഫുള്ളാണ്. ഇന്ത്യ എന്തായാലും അന്തിമ വിജയം ഇന്ത്യക്ക് തന്നെ ആയിരിക്കും. എന്നിരുന്നാലും രണ്ട് രാജ്യത്തിനും ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടാകും. പാകിസ്ഥാനെ ഇന്ത്യ ഉന്മൂലനം ചെയ്താൽ തന്നെ അവിടെ ഇന്ത്യക്കും ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഒരു യുദ്ധത്തിന് ശേഷം നമുക്കിനി വിജയം ഉണ്ടായാൽ തന്നെ അതിനുശേഷം നമ്മൾ അനുഭവിക്കാൻ പോകുന്നത് ഒരുപാട് സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും. നമ്മുടെ GDP തന്നെ ഒരുപാട് താഴത്തോട്ട് പോകും. അതുമാത്രമല്ല, ഇപ്പോൾ തന്നെ നമുക്കറിയാം ഇന്ത്യയിൽ ഒരുപാട് ജോലിയില്ലായ്മ നമ്മൾ ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. അതിൻ്റെ 10 മടങ്ങ് ജോലിയില്ലായ്മ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അതുമാത്രമല്ല, നമുക്ക് ഓരോ സാധനത്തിനും, ഭക്ഷ്യസാധനത്തിനായാലും ഓരോ സാധനത്തിനും 10 മടങ്ങ് വില ഒരു യുദ്ധത്തിന് ശേഷം വില ഉയർന്ന കാര്യത്തിൽ യാതൊരു സംശയവും നമുക്കില്ല. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടം തന്നെയാണ് ഉണ്ടാകുന്നത്. അതിനേക്കാൾ ഏറെ പ്രധാനം, ഇന്ത്യ എന്ന് പറഞ്ഞ നമ്മുടെ ഈ രാജ്യം എന്ന് പറയുന്നത് ഒരുപാട് ഡെവലപ്മെൻറ്റിലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. നമ്മൾ പൂർണ്ണ ഒരു ഡെവലപ്മെൻറ്റാണ് നമ്മുടെ ലക്ഷ്യം. പൂർണ്ണ ഡെവലപ്മെൻറ്റിലോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. ആ ഒരവസ്ഥയിൽ പാകിസ്ഥാനുമായിട്ടൊരു ഓപ്പൺ വാർ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്, ഇന്ത്യ എന്ന ഈ രാജ്യത്തിൻ്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ചൈനയെ പോലെയുള്ള പല രാജ്യങ്ങൾക്കും അത് വളരെയധികം സന്തോഷകരമായിട്ടുള്ള കാര്യമായിരിക്കും. എന്നാൽ ഇന്ത്യ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പൺ വാറിൻ്റെ ആവശ്യം പാകിസ്ഥാനുമായിട്ട് ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ
ഈ ഒരു പറഞ്ഞ കാര്യം വെച്ച് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇന്ത്യ പാകിസ്ഥാൻ ചരിത്രം തന്നെ എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യത്തിന് ഇന്ത്യയുടെ ഔദാര്യമാണ്, പല കാര്യങ്ങളും ഇന്ത്യ കൊടുത്തിട്ടുള്ള ഔദാര്യത്തിലാണ് അവർ ജീവിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് പാകിസ്ഥാനോട് ഒരു ഓപ്പൺ വാറിൻ്റെ ആവശ്യം തന്നെ. പക്ഷേ അതേ സമയം തന്നെ നമ്മുടെ രാജ്യത്തിൽ ഉയർന്നു കയറി നമ്മുടെ സഹോദരങ്ങളെ അതിക്രൂരമായിട്ട് വടിയുയർത്തി കൊലപ്പെടുത്തിയ ആ ഒരു ക്രൂരന്മാരെ, ആ ഭീകരവാദികളെ തേടിപ്പിടിച്ച് കൊല്ലുക തന്നെയാണ് ഓരോ ഇന്ത്യക്കാരൻ്റെയും ആഗ്രഹം. അത് അങ്ങനെ തന്നെ ചെയ്യണമെന്നാണ് എൻ്റെയും ആഗ്രഹം. അപ്പോൾ ഒരു യുദ്ധത്തെ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം യുദ്ധമുണ്ടാകുമ്പോൾ നിരപരാധികളായിട്ടുള്ള ഒരുപാട് പേര് അവിടെ മരണപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇനി നിങ്ങളുടെ അഭിപ്രായത്തിൽ ഇന്ത്യ പാകിസ്ഥാനുമായിട്ട് ഓപ്പൺ വാറിന് പോകുന്നതാണോ, മറിച്ച് ഇന്ത്യ ഇപ്പോൾ സ്വീകരിച്ചതുപോലെ തന്ത്രപ്രധാനമായ രീതിയിൽ നല്ല ശക്തമായ തിരിച്ചടി ഇങ്ങനെ കൊടുക്കുന്നതാണോ നല്ലത്? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക.